ഹലോ ഡിയേഴ്സ്, നമ്മൾ +1 ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ആയില്ലേ. +1 എക്കണോമിക്സ് നമുക്ക് 2 പാർട്ടായിട്ടാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇന്ത്യൻ എക്കണോമിക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് സെക്കൻഡ് പാർട്ടിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ആണ് രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത്. ഈ 2 പോർഷൻസും തമ്മിൽ ഒരു ബന്ധമില്ല. ഫസ്റ്റ് ഫുൾ തിയറി ആയിട്ടുള്ള ഭാഗങ്ങളാണ്, ആൻഡ് സെക്കൻഡ് പോർഷൻ ഫുൾ പ്രോബ്ലം ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിൽ നമുക്ക് 9 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് സ്റ്റാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റാറ്റിലെ കളക്ഷൻ ഓഫ് ഡാറ്റ, പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് ഒരുപാട് മാർക്കിന് 8 മാർക്കിന് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്റേഴ്സ് ആണ് ഈ 3 ചാപ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യൻ എക്കണോമിയിൽ പോവർട്ടി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഈ 2 ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് എസ്സേ ചോദിക്കാനുള്ള ചാൻസും ഈ ഒരു 2 ചാപ്റ്ററിനാണ് ഉള്ളത്. നമ്മൾ 10th വരെ പഠിച്ച പോലല്ല എക്കണോമിക്സ് എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു സബ്ജക്റ്റ് തന്നെയാണ്. സോ അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നമ്മൾ പഠിക്കണം. അത് തിയറി നമ്മൾ പഠിക്കുമ്പം നമുക്ക് എങ്ങനെയാണോ തിയറി നമുക്ക് പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു വേ, ആ ഒരു വേ ചൂസ് ചെയ്തിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എങ്ങനെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക, ഡാറ്റ നമ്മൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, അതിനെങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ആണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ തിയറീസും നമുക്ക് പഠിക്കാനുണ്ട്. സോ ഈ 2 പാർട്ടുകളിലും ഓരോരോ ചാപ്റ്റേഴ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.